ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള പല്ലീനെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ടുള്ള ഒരു ടിപ്സും ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ടിപ്സ് നമ്പർ 1. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് കുറേ മാസങ്ങളോളം നമ്മൾ ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു ഉഴുന്നിൻ്റെ പാത്രത്തിൻ്റെ അടി മുഴുവനായിട്ട് പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനാണ് കയ്യിലേക്ക് ഒന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ പൊടിയുള്ള ഈ സമയത്ത് നമുക്ക് ഇതുപോലെ പൊടിയൊന്നും വരാതെ ഉഴുന്ന് കേടാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വയനില എടുത്തിട്ടുണ്ട്. നമ്മുടെ കറുവാപ്പട്ടയുടെയൊക്കെ ഇലയാണ്. അപ്പോൾ ആ ഒരു ഇല നമുക്ക് ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിത് പച്ചയായ സമയത്ത് നല്ലതുപോലെ ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് മുത്താറിയാണ്. ഈ മുത്താറി ഇതുപോലെ തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് തോറും കേടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്താറി വർഷങ്ങളോളം കേടുകൂടാതെയും പൊടി വരാതെയും ഒക്കെ സൂക്ഷിക്കാനായിട്ട് കഴിയും കേട്ടോ. അല്ലെങ്കിൽ കുത്തിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവോളം മുളക് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഈ ഒരു മല്ലിപ്പൊടിയിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ മല്ലി പൊടിക്കുന്ന സമയത്ത് കുറച്ച് മുളക് കൂടി ചേർത്തിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൂത്ത് പോവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ എടുക്കുന്ന ബിസ്ക്കറ്റൊക്കെ ആണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഇതുപോലെ പൊളിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാറ്റൊക്കെ കടന്നാൽ മതി, നമ്മുടെ ബിസ്ക്കറ്റൊക്കെ വല്ലാതെ തണുത്തു പോവും. അതുവഴി നമുക്കിത് കളയാനല്ലാണ്ട് ഇത് പിന്നെ ഉപയോഗിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കണ്ടില്ല, ഇതൊന്ന് കുട്ടികൾ പൊടിച്ചിട്ടിട്ടുള്ളതാണ്, വെറും പഞ്ഞി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കളയാനേ കഴിയും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ പൊളിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റൊന്നും ഇതുപോലെ തണുത്ത് പോകുന്നില്ല കേട്ടോ. നമ്മൾ തണുത്ത് പോയ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലപോലെ ഉറച്ച് കിട്ടും. ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു തീപ്പെട്ടിയാണ്. ഈ ഒരു തീപ്പെട്ടി വെച്ചിട്ടാണ് അടുത്ത ടിപ്സ്. അതിനായിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് തീപ്പെട്ടിക്കൊള്ളി എടുക്കാം. ഒരു 10-12ഓളം തീപ്പെട്ടിക്കൊള്ളി എടുക്കുക. നല്ല എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ തീപ്പെട്ടിക്കൊള്ളി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിതാ കുറച്ചധികം തന്നെ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് തീപ്പെട്ടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറേ സമയം ഇത് വെക്കുന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എനിക്ക് ഇത് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ടാണ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് സമയം ഞാനൊന്ന് സോക്ക് ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു മരുന്നൊക്കെ കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു വെള്ളത്തിൽ ഇതിൻ്റെ കളർ മുഴുവനായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ആ ഒരു അതിൻ്റെ മരുന്നൊക്കെ ഇതിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, തീപ്പെട്ടി കൊള്ളി മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മരുന്ന് മുഴുവനായിട്ട് ഈ ഒരു വെള്ളത്തിലായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളറ് തന്നെ നല്ല പോലെ മാറിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു കൊള്ളി മുഴുവൻ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് കൊള്ളിയുടെ ഒന്നും ആവശ്യമില്ല, വെറും ഈ ഒരു മരുന്ന് മാത്രം മതി. നല്ല എഫക്റ്റ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു തീപ്പെട്ടിക്കുള്ളി മുഴുവനായിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാനിറ്റൈസർ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ കുറച്ചേ ഉള്ളൂ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവ രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു സാനിറ്റൈസറിൻ്റെ ഈ ഒരു ബോട്ടിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. ആ ഒരു മരുന്ന് മുഴുവനും നമുക്ക് ഇതിലേക്ക് ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മൂടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പ്രേ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ തരികളൊക്കെ അതിൽ കുടുങ്ങിയാലും നമുക്ക് സ്പ്രേ അടിക്കാനായിട്ട് കഴിയൂല. അപ്പോൾ ഇതാ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചൻ്റെ സിങ്കിൻ്റെ ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പല്ലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക. ഇതുവഴി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല്ലിയാണെങ്കിലും കൂറയാണെങ്കിലും പാറ്റകളൊക്കെ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ വരില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇതുപോലുള്ള കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നല്ലതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാൻ കണ്ടില്ലേ കബോർഡിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ തന്നെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കൂറകളുടെയൊക്കെ ശല്യം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തുടക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രാത്രി സമയങ്ങളിലാണ്. രാത്രി സമയങ്ങളിൽ നമ്മൾ ഗ്യാസൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഒരു പല്ലിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാറ്റകളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ജനലിൻ്റെ ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലെ പെയിൻ്റ് ആണെങ്കിലും നമ്മുടെ നിലമൊന്നും മോശമായി പോവില്ല. കൂടുതലായിട്ട് കളറൊന്നും ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ചുമരിലൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലും അടച്ചു കൊടുക്കുക. നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ദുർഗന്ധമാണെങ്കിലും അതുപോലെ അതിൽ നിന്ന് വരുന്ന പാറ്റകളാണെങ്കിലും ഒന്നും പിന്നീട് നമുക്ക് അതുപോലെ രാത്രിയിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടിപ്സ് എന്താണെന്ന് കൂടി കണ്ടു നോക്കാം കേട്ടോ. പിന്നീട് ഇതാ ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവ് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുന്ന സമയത്ത് നമ്മൾ 2 ദിവസമൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു പുളിപ്പിൻ്റെ ഒരു ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പുളിച്ച മണമൊന്നും വരില്ല കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു വാഴക്കൊലയാണ് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, പെട്ടെന്നൊന്നും പഴുത്ത് പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് പഴുത്ത് വരാതിരിക്കാനുള്ള ഒരു ടിപ്സാണ്. അതിനായിട്ട് ഞാനൊരു തീപ്പെട്ടിയുണ്ട്. ഇതുപോലെ കത്തിച്ചിട്ട് നമുക്ക് ആ ഒരു വാഴയുടെ ആ ഒരു മുകൾ ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലും ആ ഒരു പുകയും ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ പഴം പെട്ടെന്ന് തന്നെ പഴുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എത്ര മാസം വെച്ചാലും വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കല്ല് പോലെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഴമൊക്കെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ പഴം പെട്ടെന്ന് പഴുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പഴുക്കാത്ത പഴമാണെങ്കിലും പഴുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഞാനിതാ കപ്പയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കപ്പയുടെ തൊലിയൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഈ ഒരു കപ്പ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഇത് മുറിക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു കപ്പയുടെയൊക്കെ തൊലി കളയുന്നത്. നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തൊലി കളയുന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കപ്പ ഉണ്ടെങ്കിലും പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ കപ്പയുടെയൊക്കെ തൊലി ഇതുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കപ്പയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമ്മൾ കപ്പ ഉപയോഗിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കപ്പ ക്ലീൻ ചെയ്യൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്ത എല്ലാ വീഡിയോ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, കപ്പയൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.